വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അതെന്താന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈകിട്ട് മുതൽ രാത്രി വരെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. തണുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ വിചാരിക്കുന്നതാണ് ഒന്ന് പുറത്തിറങ്ങി നടക്കണം എന്ന്. ചൂടായപ്പോൾ നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ കാരണം പറഞ്ഞിട്ടാണ് ഞാൻ നടക്കാതിരുന്നത്. ഇപ്പോൾ തണുപ്പായപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് മടി പിടിച്ചിരിക്കുകയാണ്. 2026 എന്തായാലും ഞാൻ നടക്കുമെന്ന് മനസ്സിന് ഉറപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെയൊക്കെ ഇത്രയൊക്കെ ഭംഗിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ദിവസം നടക്കാതിരുന്നത് വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. ഇക്ക ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഇക്ക പെട്ടെന്ന് വന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മാത്രമേ നടന്നിട്ടുള്ളൂ. കുറച്ച് ദൂരം നടന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഇക്കാക്ക് ഫുഡൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രിയാണ് കിച്ചണിൽ കയറിയത്. ഡിന്നറിന് ഞാൻ ഉണ്ടാക്കിയത് ചില്ലി ചിക്കനും പൊറോട്ടയും ഇടിയപ്പവുമാണ്. ഇടിയപ്പവും പൊറോട്ടയും ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ചില്ലി ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് UAE വന്ന സമയത്ത് ഒരു ഇത്താടെ കൂടെയാണ് താമസിച്ചത്. അവരെനിക്ക് കാണിച്ചു തന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. എനിക്ക് സാധാരണ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. എൻ്റെ കുട്ടികൾക്കും ഇത് നല്ല ഇഷ്ടമാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാണ് ടേസ്റ്റ്, ഇത് തന്നെയാണ് ടേസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്. ഇതും ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ഇതിന് കമൻറ്റ് വന്ന് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണെന്ന്. അതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നത് ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്ന് പറയാം. ഞാൻ ചെറിയ 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ചില്ലി ചിക്കൻ്റെ സൈസ് നിങ്ങൾക്കറിയാലോ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി കഴുകിയെടുത്ത ചിക്കനിലേക്ക് മൈദപ്പൊടി, പിന്നെ കോൺഫ്ലോർ, കുരുമുളക് പൊടി, കുറച്ച് മാത്രം കറി മസാലപ്പൊടി, സോയാ സോസ്, ഒരു മുട്ട, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു അരമണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വെക്കുക, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കാം. ഞാൻ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാനിതൊരു 1/200 ചിക്കൻ ഉണ്ടാവും, അത്രയും എടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് തക്കാളി ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കുന്നതും ചേർത്ത് നന്നായിട്ടൊന്ന് ഉടയുന്നത് വരെ വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും കൂടി ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരുപാട് പഞ്ചസാരയല്ല, കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓൾറെഡി മൈദയും കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് ചിക്കൻ പൊരിച്ചത് കൊണ്ട് ഇനി എക്സ്ട്രാ ഒരു ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് എനിക്കിങ്ങനെ ഒന്നും കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കതെല്ലാം അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാനുള്ള പൊറോട്ടയും ഇടിയപ്പവും ചൂടാക്കിയെടുക്കുകയാണ്. സിലോൺ പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, പാക്കറ്റായിട്ട് വാങ്ങുന്നതാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെയാണ് കഴിക്കാനും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയത് എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് വീഡിയോസിൽ കമൻറ്റ് ഞാൻ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഇവളെന്തിനാ ഇത്രയും വലിച്ചു നീട്ടുന്നത് എന്ന്.
അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് എൻ്റെ കയ്യിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം മറക്കരുത്. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.